മാസപ്പടി കേസിൽ SFIO ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് EDയും നടപടികൾ തുടങ്ങിവെച്ചിരിക്കുന്നത്. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ ഈ SFIO ഇതിൽ വീണ വിജയൻ അടക്കമുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നു. തൊട്ടു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുകയാണോ ഈ അന്വേഷണ ഏജൻസി? എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഒരു ECIR രജിസ്റ്റർ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ അതിൽ പ്രതിപ്പട്ടികയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, അതിലേക്ക് പ്രതികളെ ആഡ് ചെയ്തിരുന്നില്ല. കാരണം SFIO അന്വേഷണം നടക്കുമ്പോൾ മറ്റ് കേന്ദ്ര ഏജൻസികൾ സമാന്തരമായി അന്വേഷണം നടത്തുക പതിവില്ല. അതിനാലാണ് അവർ കാത്തിരുന്നത്. നിലവിലിപ്പോൾ SFIO അന്വേഷണം പൂർത്തിയായി, അവർ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ ECIR ഇപ്പോൾ വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുന്നത്. SFIO ഉദ്യോഗസ്ഥരോട്, SFIO ഏജൻസിയോട് ഇപ്പോൾ അവർ വിശദാംശങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ആ വിവരങ്ങൾ കൂടി കിട്ടിയ ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന നിലയിൽ ഇപ്പോൾ SFIOയുടെ കുറ്റപത്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയും EDക്ക്. ഏതെങ്കിലും തരത്തിൽ ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ EDക്ക് കേസെടുത്ത് സമൻസ് ഒക്കെ അയച്ച് ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇപ്പോഴത് സാധ്യമായിരിക്കുന്നു. ഇനി EDക്ക് വീണ വിജയൻ അടക്കമുള്ളവരെ സമൻസ് നൽകി വിളിച്ചു വരുത്താം, ചോദ്യം ചെയ്യുകയും ആവാം. മാസപ്പടി കേസിൽ SFIO ഉദ്യോഗസ്ഥരിൽ വിവരങ്ങൾ തേടിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് EDയും നടപടികൾ തുടങ്ങിയിരിക്കുന്നത്.